ടീമുകളും 2 ടീമിലെ താരങ്ങളും മാച്ച് ഒഫീഷ്യൽസും നമുക്കായി ഇന്നത്തെ ബേബി ആൻഡ് അദ്ദേഹത്തോടൊപ്പം അസിസ്റ്റന്റ് റഫറി 1 ആയി വിപിൻ PG ആൻഡ് ഈ ഒരു ഗെയിമിനെ സമീപിക്കുന്നത് PFC കേരള. ആഫ്റ്റർബൂം അതേപോലെ ജസ്റ്റിൻ ജോസ് കുഴുവൽ, അദ്ദേഹമാണ് 4th ഒഫീഷ്യലായി ഉള്ളത്. പന്ത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലായാലും പ്രഷർ റിലീസ് ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ എക്സ്പീരിയൻസ് അദ്ദേഹം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന താരങ്ങളിൽ ഒരാൾ. ഇത്തവണ എന്തായാലും മത്സരത്തിന്റെ ആദ്യ 4 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പോലും കൺവേർഷൻ റേറ്റിലേക്ക് എന്നതിലുപരി ഓൺ ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകളായി പോലും മാറുന്നില്ല. എന്തായാലും കേരള പ്രീമിയർ ലീഗിലെ 14 ടീമുകളുടെ പോരാട്ടം ഇന്നലെ ഫ്ലാങ്കിൽ PFC കേരള ഫോർവേഡ് ലൈനിലേക്ക് അർജുന്റെ റിക്കവറി. ഇത്തവണ വീണ് കിട്ടിയ പന്ത് കൃത്യമായി ക്ലിയറൻസ്. അതേപോലെ തന്നെ KCB പോലെയുള്ള വലിയ വലിയ ടീമുകൾ കൊണ്ട് തന്നെയാണ് ഇന്റർ കേരള ഇന്ന് അവരുടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർ കേരള പ്രധാനമായിട്ടും 3 ചേഞ്ചസ് വരുത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് കഴിഞ്ഞ മാച്ചിലെ ഗോൾ സ്കോർ വരാനുള്ള ശ്രമം ഡെഫിനറ്റ്ലി അവിടെ ഇന്റർ കേരള നടത്താറുണ്ട്. പ്രീവിയസ് സീസണിൽ നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയോട് ചെയ്തു. ഒരു ട്രെയിനിങ് റുട്ടീനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമുള്ളതാണ് ഈ ഒരു ഗെയിമിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. ഗോളുകളൊന്നും ഇതുവരെ അടിച്ചിട്ടില്ലാത്ത PFC കേരള ചെയ്ത് അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു മാച്ച് ഡേയിൽ മുകളിലൂടെ പറത്തി വിട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടായുള്ള മൊമെന്റ്. ആദ്യ 10 മിനിറ്റ് 12 മിനിറ്റ് അവസാനിക്കുമ്പോൾ ഓവർഹെഡ് ബോളുകളിൽ ഒന്നാണ് ഗോൾഡൻ ത്രെഡ്സ് എന്ന ആ ഒരു വിഷണറി മാനേജ്മെന്റ് നടത്തുന്ന വളരെ പാഷനേറ്റ് ആയിട്ടുള്ള 1 മിനിറ്റ് 25 സെക്കൻഡ് കൂടിയാണ് ബാക്കി. ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒരു ക്ലവർ ടച്ച് അനുകൂലമായി തന്നെയാണ് ആ പന്ത് വന്ന് ചേരുന്നത്, വന്ന് ഭവിക്കുന്നത്. ഓവർ ടൈം ഡ്യൂട്ടിയാണ് ഈ 22 താരങ്ങൾക്കും ഇപ്പൊ കറന്റ്ലി ഉള്ളത്. കാരണം ഇവർക്ക് 90 മിനിറ്റ് പുതുമുഖ ടീമുകൾ കോർണർ ഇൻകമിങ് പ്രതീക്ഷയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറകോട്ടിറങ്ങി കളിക്കാം. പക്ഷെ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു ആദ്യ ഗോളിലേക്ക് പ്രശാന്തിന് വന്ന് ചേരാൻ കഴിയുന്നതും ഓവർഹെഡായി നല്ലൊരു പാസ്. വീണ്ടും ഒരു സാഹചര്യമാണ്, അത്യാവശ്യം ചൂടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി കേരള യുണൈറ്റഡിന്. ഇൻസൈഡിലേക്ക് നല്ല ഡെലിവറി, പന്തിന് പുറകിൽ ആദിലാണ്. 2 ഗോളുകൾ കൂടി മതി ഒരു സമനിലയ്ക്ക്. ഇൻസൈഡിലേക്കുള്ള ഡെലിവറി എന്തായാലും ഗോകുലാണ് ഇത്തവണ ലെഫ്റ്റ് എങ്കിൽ. ഗോകുൽ സമാനമായ അർജുനിൽ നിന്ന് നിജോ ഗിൽബർട്ട്. നിജോയുടെ നല്ലൊരു പാസ്സാണ് കറന്റ്ലി ആവശ്യം. അല്ലെങ്കിൽ ഒരു രാഹുൽ നിന്ന് ഓവർഹെഡ് പാസ്, നല്ല അംബീഷ്യസ് ആണ്, വളരെ ക്ലവർ ആണ് ആ ബോൾ അകത്തേക്ക് കൊടുത്ത സമയത്ത്. പക്ഷെ ഒരു സ്ട്രാറ്റജിക് ചേഞ്ചിലേക്ക് PFC കേരള വരുന്നു. ഫ്ലാങ്കിൽ പന്തിൽ കൂടി ഈ ഒരു മാച്ച്, ഈ ഒരു ക്യാമ്പയിൻ നല്ലൊരു വിജയത്തോടു കൂടി അവസാനിപ്പിക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തായാലും ഇത്തവണ കൈവരുന്നത്. അവിടെ കേരള പോലീസിന്റെ അറ്റാക്കുകൾ വരുന്ന സമയത്തും PFC കേരളയുടെ ഓരോ താരങ്ങളും ഡിഫൻസീവ് ലൈനിൽ. അർജുൻ വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നെടുക്കുകയാണ്. അർജുൻ MM ബോറിംഗ് ഗെയിമിലേക്കൊന്നും പോകുന്നില്ല. നല്ലൊരു ഷോട്ട് വരുന്നു ഇത്തവണ. സാലിമിന്റെ ക്രോസ് ഇൻസൈഡിലേക്ക്, അപകടമാണ്. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ നിസ്സാരമായ അളവിലുമല്ല അവിടെ കാണിക്കുന്നു. പ്രഷറൈസ്ഡ് ആവുന്നില്ല, അനാവശ്യ ക്ലിയറൻസിലേക്കൊന്നും പോകുന്നില്ല. ഓ ബ്യൂട്ടിഫുൾ. മാക്സിമം ടൈം പന്ത് കാലിൽ കടന്നു വന്ന് സെക്കൻഡ് ഹാഫിൽ ഏതാണ്ട് ഒരു മത്സരം തീരാൻ ഒരു 10-11 മിനിറ്റുകൾ ബാക്കിയുള്ള സമയത്താണ് ഒരു കോൺസലേഷൻ ഗോള് കേരള പോലീസ് ചെയ്യാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും തലകൊണ്ടുകൂടി തലച്ചോറ് കൊണ്ട് കൂടി കളിക്കാൻ കഴിയുന്ന പ്ലേയേഴ്സിനെയാണ് മോഡേൺ ഡേ ഫുട്ബോളിൽ കോച്ചസ് പ്രിഫർ ചെയ്യുക. ക്യാപ്റ്റൻസ് ബോൾ സൈഡിലേക്ക് പോയിട്ട് പട്ടികയിൽ വലിയ വ്യത്യാസം ഒന്നും കാണില്ല. രണ്ടുപേരും ഓൾറെഡി നിന്ന പൊസിഷൻ ഏതാണോ അതേ പൊസിഷനിൽ തന്നെ ഇന്നത് എന്നുള്ളൊരു ചോദ്യം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയാണ്. ആസ് സൂൺ ആസ് പോസിബിൾ നല്ല മുന്നേറ്റങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് PFCയെ സംബന്ധിച്ചിടത്തോളം രീതിയിലല്ലാത്ത രീതിയിലാണ് 2 ടീമുകളുടെയും ഓരോ മെജോറിറ്റി പന്തുകളും പെനാൽറ്റി ഏരിയയിലേക്ക് പോകുന്നതും. ഇതിലേക്ക് ഓടിച്ചെന്ന ആ പന്തിനെ ക്ലെയിം ചെയ്യുന്നത്. ഈസി പാസിലേക്ക് വീണ്ടും അഫ്തബ ഒരു ബോൾ മാറ്റുന്നു. വൺസ് അഗൈൻ ഫോർവേഡ് ലൈനിലേക്ക്. അപ്പനവിൽ നിന്ന് സ്ക്വയർ ചെയ്ത് പോകപ്പെട്ട ഒരു പന്താണ് ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക്. PFCക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി അകത്തേക്ക് വരുന്നു. നന്നായി തന്നെ ഹെഡ് കൂടി ചെയ്യുന്നു. പക്ഷെ കൺവെൻഷണൽ റൈറ്റ് ഫൂട്ടർ ആണ്. റൈറ്റ് ഫൂട്ടറിന്റെ ഇൻസൈഡിലേക്കുള്ള ഡെലിവറി ആൻഡ് ഒടുവിലത്തെ പന്ത് ഹെഡർ. ഒരു വേള അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അത് ട്രൈ ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്ന സമയത്ത് ഒരു വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള ഡെലിവറി. പക്ഷേ